കാലം കെട്ടുപോയി കോലം. എന്ത് പറ്റിയടാ? ഈ ഡോറ് ഞാനിവിടെ കണ്ടില്ല. കണ്ണാടി ഇട്ടാ പോരെ കാണാൻ പറ്റും. അളിയാ, ഞാൻ ട്രീറ്റ് തരാന്ന് പറഞ്ഞു തോന്നലും ഇവൻ കഴിച്ചിട്ടേ ഇല്ല. 3 ദിവസമായിട്ട്. അല്ല എന്തിനാ ട്രീറ്റ്? ഓഫീസിൽ ഇൻക്രിമെന്റ് കിട്ടിയടാ. സൂപ്പർ അളിയാ. താങ്ക്സ് അളിയാ. അപ്പോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാലേ? എന്ത് വേണേലും ഓർഡർ ചെയ്യാം. 300 രൂപയ്ക്ക് താഴെ. ഒരാൾക്ക് 300 രൂപയ്ക്കുള്ളല്ലേ? മൊത്തം 300 രൂപ. എടാ വെച്ചക്കാരാ, മറ്റുള്ളവരുടെ കാശാണെങ്കിൽ നീ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓംലെറ്റ് കഴിക്കുമല്ലോ. വിട്രാ, ഓർഡർ ചെയ്യടാ. ഇത് ഓർഡർ ചെയ്താലോ? അത് ഈ ഹോട്ടലിന്റെ പേരാ. അങ്ങോട്ട് നോക്ക്. ഹായ്. ആരാടി? ഫ്രണ്ട്. ഫ്രണ്ടോ അതോ ബോയ് ഫ്രണ്ടോ? ജസ്റ്റ് ഫ്രണ്ട്. കഴിക്ക്. ഓക്കെ ഓക്കെ. എന്ത് സുന്ദരിയല്ലടാ. അല്ലായിരുന്നെങ്കിൽ നീ വേണ്ടെന്ന് വെക്കോ? എല്ലാ പെൺകുട്ടികളും തന്നെ സുന്ദരിയായിട്ട് കാണിക്കാൻ കൂടെ ഒരു 4 സുന്ദരി അല്ലാത്തവരെ കൊണ്ടു നടക്കും. ഇവളാണെങ്കിലോ അവളെ വളരെ സുന്ദരിയായിട്ട് കാണിക്കാൻ ഏതോ ആൺകുട്ടിയെ പെൺകുട്ടിയുടെ വേഷമിട്ട് കൂടെ നടത്തുക. ആയിക്കോട്ടെ, എന്നാലും നല്ല റിച്ച് അല്ലേ? ഏതോ റിക്ഷയിൽ വന്നതുപോലെ ഉണ്ട്. എന്തിനാടാ? എന്തോന്നാ പേഴ്സിലെന്നോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നല്ല കളർ ഡ്രസ്സ് വിട്ട് ലിപ്സ്റ്റിക്കും പുരട്ടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ പേഴ്സ് ഉണ്ടാകും, പൈസ ഉണ്ടാവില്ലെന്ന്. പക്ഷെ പേഴ്സേ ഇല്ല എന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്താന്ന് പോയി നോക്കാം വാ. പെൺകുട്ടിയൊക്കെ പ്രശ്നം വന്നാൽ എല്ലാവരും ഹീറോ ആവുമല്ലോ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്ത് പറ്റി? ഇയാളെന്താ മുറിച്ചിട്ട പല്ലിയുടെ വാല് പോലെ കളിക്കുന്നേ? എന്റെ പേഴ്സ് എവിടെയോ മിസ്സായി പോയി. ഇയാളാണെ ബില്ല് പേ ചെയ്യാതെ പുറത്തുപോകാൻ പറ്റില്ലെന്നാ പറയുന്നേ. കാർഡ് ഓക്കെ ആണോ? എന്ത് കാർഡായിരുന്നാലും ഓക്കെ. ചുടുകാടാണെങ്കിൽ ഓക്കെ ആണോ? ഇയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെയാ തോന്നുന്നു. എന്താണോ വെറുതെ ഇരിക്കടാ. എന്നാ താങ്ക് യു. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ, പ്രിയ, സന്ധ്യ, ശ്രേയ. ഞങ്ങളും ഇവന്റെ ഫ്രണ്ട്സാ. എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ്. ഹേയ്, ടൈമായി, നമുക്ക് പോവാം. നിക്കടി, ഞാനും വരുന്നു. നിക്കടി. ഓക്കെ എന്നാ പിന്നെ മീറ്റ് ചെയ്യാം. അല്ല മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ? നാളെ 9741002143. സേവ് ആക്കിയിട്ടുണ്ട്. ബൈ ബൈ. മതി, അവള് വീട്ടിലെത്തി. അല്ല, നിന്റെ കയ്യിൽ ജോബ് കാർഡ് പോലും ഇല്ലല്ലോ, പിന്നെ എവിടുന്ന ക്രെഡിറ്റ് കാർഡ്? അത് എന്റെ കാർഡല്ല, തന്റെ കാർഡാ. അതെ, നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയാലോ? ഫ്രണ്ട്സ് ആയിക്കൂടെ? എന്താ? അല്ല ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. ഫ്രണ്ട്സ് ആവാന്നല്ലേ പറഞ്ഞത്, അതിനെ ടച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഡീസന്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്നേ. അങ്ങനെ ഇരിക്കാം. അല്ല ഇതുവരെ നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് സംഗീത. ഡേറ്റ് ഓഫ് ബർത്ത് 11/11. എന്റെ ഹൈറ്റ് 5.5. ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ്. മകം നക്ഷത്രമാണ് മിഥുനമാസത്തിലെ. മതിയോ? അയ്യോ പറ്റുന്നില്ല, എത്ര മതി. പിന്നെ നിന്റെ പേര് ജീവാന്ന് പറഞ്ഞു. നിന്റെ ജോലി എന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് ജോലിയാ ചെയ്യുന്നേ? മാമ പണിയാണെന്ന് പറഞ്ഞൂടായിരുന്നോ? അല്ല, നിന്റെ മാമ മിലിറ്ററിയിലല്ലേ, അദ്ദേഹത്തിന്റെ ജോലി നിനക്ക് കിട്ടുമെന്ന് പറയാൻ മേലായിരുന്നു എന്ന് ചോദിച്ചതാ. എന്റെ ഈ ബോഡിക്ക് മിലിറ്ററി ജോലിയൊക്കെ സെറ്റ് ആവോടാ. നിനക്ക് മിലിറ്ററി റമ്മേ പറ്റത്തുള്ളൂ, മിലിറ്ററി പണിയൊന്നും പറ്റത്തില്ല. കറക്റ്റ്. പിന്നെ എന്റെ അടുത്ത് വന്ന് ജോലിക്ക് ചേർന്നോളൂ. എടാ നീ ഇവിടത്തെ ജോലിക്കാരനല്ലേ, അല്ലാണ്ട് നീ എങ്ങനെ ഒരാൾക്ക് ജോലി തരുന്നേ? 12,000 രൂപ ശമ്പളം തരാം, ജീവിക്കാനുള്ള വഴി നോക്ക്. അപ്പൊ പെൻഷനൊക്കെ തരുവോ? ഒന്ന് പോടോ. ഈ ചായക്കടക്കാരന്റെ ഒക്കെ അഡ്വൈസ് കേൾക്കേണ്ട അവസ്ഥയാണല്ലോ നിനക്ക്. അതുകൊണ്ടാ പറയുന്നത്, മര്യാദക്ക് എന്റെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്ത് തുലയ്ക്ക്. വേസ്റ്റ് ഡി കുടിക്കാനാണോ? താഴെ ഇട്ടല്ലോ. ക്ലീൻ ഇന്ത്യ. പുതിയ ഷർട്ട്, പുതിയ പാന്റ്, ജോലിയൊക്കെ ആയി. അതും 10,000 രൂപ ശമ്പളത്തില്. അടിച്ചു പൊളിക്കാ. കളിയാക്കണോ എന്നെ? അതെ, നാളെ എന്ത് ദിവസാന്നറിയോ? അതെ, ഇതുപോലും എനിക്കറിയില്ലേ. നാളെ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ? ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ശീലം ഉണ്ടോ? നാളെ നോക്കിക്കോ നീ. ശരി, കാണാം. എന്തിനാമ ഇപ്പൊ ഈശ്വരന്റെ ഉണ്ടിയിലൊക്കെ പൊട്ടിച്ചേ? നമ്മുടെ ദൈവല്ലേ, ഒന്നും പറയില്ല. നീ ശമ്പളം വാങ്ങിയ ഉടനെ നമുക്ക് തിരികെ വെക്കാം. ആ പെങ്കുച്ചിനെ നല്ല ഹോട്ടലിൽ കൂട്ടിട്ട് പോയി ട്രീറ്റ് കൊടുക്കണം. നീ വെറുതെ തട്ടുകടയെ കൊണ്ടുപോകരുത്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന പോലെ കാണിച്ച് അങ്ങനെ നിന്റെ ലവ് അങ്ങ് പറഞ്ഞേക്ക്. പോയിട്ടോ പോയിട്ടോ. തങ്ക കൊടമ. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ആരാടാ തന്നത്? അറിയില്ല. ഇന്ന് രാവിലെ തൊട്ട് സർപ്രൈസുകളുടെ മേളവാ. എന്താന്നറിയില്ല. ചേച്ചി നിർത്ത്. ഹാപ്പി ബർത്ത്ഡേ. ഏയ് പിടിക്ക്.
തന്നത്? അറിയില്ലടി. സ്റ്റോപ്പ്. ലൈസൻസ് ഒക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഇതാരാ തന്നേ? പോ മോളെ പോ. ലൈസൻസ് എടുക്ക്. ഇതാ മോളെ ജന്മദിനാശംസകൾ. സ്വാമി ഇതാരാ തന്നത്? അതൊന്നും അറിയില്ല. ഇതാ. അതെ, ഈ ഗിഫ്റ്റ് ആരാ തന്നത്? ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഇതാരാ തന്നേ? ഈവനിങ് ബീച്ചിൽ പോവാ, അപ്പൊ മനസ്സിലാകും. ബീച്ചിലോ? ആരായിരിക്കും? അതെ, ഇത് നിനക്ക് ഓവറായിട്ട് തോന്നില്ലേ? ചുമ്മാ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓ, അപ്പൊ രാവിലെ തൊട്ട് എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എല്ലാം നീയാണോ തന്നത്? യെസ്. എന്തിനാ ഒരേ ദിവസം തന്നെ 20 ഗിഫ്റ്റ് തന്നത്? അല്ല, ലാസ്റ്റ് 20 years ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാത്തിനും കൂടി ചേർത്ത് ഞാൻ ഇപ്പൊ തന്നെ. എക്സ്ക്യൂസ് മീ, ഇത് എന്റെ 21st ബർത്ത്ഡേ. അപ്പോ കല്യാണപ്രായമായെന്നാ പറയുന്നേ. അയ്യടാ. എന്നാ ഈ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ്. നൈസ്. ഇതെന്താ ഗോൾഡ് റിംഗ് ആണോ? പിന്നെ ഇതേ ഡിസൈനിലെ ഡയമണ്ട് റിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൂപ്പർ ആയിരുന്നല്ലേ. ഇറ്റ്സ് ഓക്കെ. ദാ ഇട്ടുതാ. നന്നായിട്ടുണ്ടോ? നൈസ്. ഈ റിംഗിന്റെ ഐഡിയ ആരാ തന്നേ? അതൊരു വലിയ മനുഷ്യനാ, പക്ഷേ ആളിച്ചിരി കുള്ളനാ. നാളെ സംഗീതയുടെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞേ? ആദ്യമായിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. വെറും കൈയോടെ പോകണ്ട. ഈ മോതിരം വിറ്റിട്ട് വേറെ മോതിരം വാങ്ങിച്ചു. അച്ഛാ, ഇത് നിങ്ങളുടെ വെഡിങ് റിംഗാ. അമ്മ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇട്ടതല്ലേ. ഇതെങ്ങനെ വെക്കാനാ? ഞങ്ങളുടെ രണ്ടുപേരുടെ ഓർമ്മയ്ക്കായിട്ട് നീ ഉണ്ടല്ലോ. പിന്നെന്താ? അത് ഇപ്പോഴാ വാടകയും കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിച്ചത്. കുറച്ച് ടൈറ്റാ. ഇതും ടൈറ്റാ. ഇന്ന് ഞാൻ കഷ്ടപ്പെടുത്തുവാണോ അച്ഛാ? ഒന്ന് പോടാ. ഞാൻ ആഗ്രഹിച്ച പോലെ നീ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നാളെ റിംഗ് വാങ്ങി നീ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ കല്യാണം ഉറപ്പിച്ച പോലെയാടാ. ജീവ, നിന്റെ അച്ഛനോട് ഞാൻ താങ്ക്സ് പറഞ്ഞെന്ന് പറയണേ. എന്തിനെ? എന്നെ പറ്റതിനാണോ? അല്ലടാ, റിംഗ് വാങ്ങി തരാൻ പറഞ്ഞേന്. ഓർഡർ പ്ലീസ്. 1 വെജീസ് കബാബ്, പനീർ ടിക്ക, മിനി കബാബ് പ്ലേറ്റ്, പിന്നെ 1 മസാല ലെമനേഡ്, മസാല ലസ്സി, പിന്നെ ഗുലാബ് ജാം വിത്ത് ഐസ്ക്രീം. മതിയോ? ആക്ച്വലി ഞാൻ ഡയറ്റിലാണ് ഇപ്പൊ. ഡയറ്റ്? സീരിയസ് ആയിട്ട് പറയാ. ഓക്കെ, നീ ഓർഡർ ചെയ്തോ? ആക്ച്വലി ഞാൻ വീട്ടിൽ തന്നെ കഴിച്ചായിരുന്നു. എന്നാലും സാർ, നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് എങ്ങനെയാ? ഞാനും എൻ്റെ ലവറും കൂടി ഇവിടെയാണ് വന്നത് സാർ. പിന്നെ ബില്ല് കിട്ടാൻ വഴിയില്ല, ഇവിടെ തന്നെ ജോലി കയറി. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്കുള്ള ജോലി ഇവിടെ ഉണ്ട്. പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു ദിവസം എന്തായാലും മനസ്സിലാവും. അതെ, എന്താ പറയണമെന്ന് പറഞ്ഞിട്ട്? അത് എന്താ, ത്രോട്ട് ഇൻഫെക്ഷനാ? അല്ല, എന്റെ ഹാർട്ട് ഇൻഫെക്ഷൻ. ആ, നിങ്ങൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇത് ചോദിക്കാനാണോ ഇത്രയും ബിൽഡപ്പ്? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇനി അങ്ങനെ വല്ലതും തോന്നുകയാണെങ്കിൽ നിന്നോട് പറയാം. ഓക്കെ? എന്താ, നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? അത് പ്രേമമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ലവ് ഫെയിലിയർ ആയെന്നേ. വാവ്, ലവ് ഫെയിലിയറോ? എനിക്ക് ഈ ലവ് ഫെയിലിയറിന്റെ സ്റ്റോറീസ് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാ. പ്ലീസ് പറയേ. ഇതിലെന്താ ക്യൂരിയോസിറ്റി? പ്ലീസ് പറയേ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. എന്താ, ഫ്ലാഷ് ബാക്കാ? എങ്ങനെ? അളിയ, എത്ര പേര് റോസ വെച്ചിരുന്നാലും ആ റോസെല്ലാം നിന്നെ നോക്കി വെച്ചിരിക്കുന്നത്. ഫോളോ ചെയ്തോ, പിക്കപ്പ് ആവും. കറുപ്പാണെങ്കിലും കറക്റ്റ് ആയിട്ടാ പറയുന്നത്. ഐ ലൈക്ക് ഇറ്റ്. ഇപ്പോഴേ ഫോളോ ചെയ്യാം. എന്നെന്നും പുഞ്ചിരി. ഏഞ്ചൽ, എനിക്കിതിന് ഇഷ്ടമല്ല. നീ അഴകാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ അഴകല്ല. പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ആലോചിച്ചിട്ട് പറ. ഹേയ് ഹലോ. ഏഞ്ചൽ,
എന്നെ പോലത്തെ ചെക്കന്മാരെ കണ്ടാ ഇഷ്ടപ്പെടില്ല, കണ്ട് ഇഷ്ടം തോന്നുള്ളൂ. പക്ഷെ നിന്നെ പോലത്തെ പെണ്ണുങ്ങളെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലും എനിക്ക് നിന്നോട് എന്തുകൂടെ ഇഷ്ടമെന്നറിയാമോ? ഐ വാണ്ട് ടു മാരി യു. ഹേയ് ഏഞ്ചൽ, നിന്നോടാ പറഞ്ഞു കേട്ടില്ലേ? ആ പെണ്ണ് നിന്നെയല്ല സൈറ്റ് അടിച്ചത്, പിന്നെന്താ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തെ? എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവും.